ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ ടീ ഗാർഡൻ്റെ നടുവിൽ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം. ഞാൻ പല യൂട്യൂബിലൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇത്രയും നാളും അതിനെക്കുറിച്ചൊരു അറിവില്ലായിരുന്നു. അപ്പം ഇന്ന് അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. ഈ സ്ഥലം എവിടെയാണെന്ന് ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വഴി കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് വരുന്നത് സിലിഗുഡിയിൽ നിന്നും ഇത് നേരെ പോകുന്നത് നമ്മുടെ ഗുവാഹട്ടി ആസാമിലേക്കാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഈ ട്രക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ സിലിഗുഡിയിൽ നിന്നൊക്കെ വരുമ്പോൾ ആസാം മോർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊരു സിഗ്നലാണ്. ഇവിടെ വന്ന് നമ്മൾ നിർത്തണം. ഇവിടെ നിന്ന് നമ്മളിത് ഈ സിഗ്നലിൻ്റെ അവിടെ നിർത്തി നിങ്ങൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഗോറിഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത്. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ പോകാം. നല്ല അതിമനോഹരമായ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗോറിഘട്ട് എന്ന് പറയുന്ന ഒരു ബജാറാണ്. ഇവിടെ ഇന്നലെ നല്ല തിരക്കുള്ള സമയമാണ്. ഇവിടുത്തെ ആഴ്ചയിലൊരു ബജാറുണ്ട്. നമ്മൾക്ക് നാട്ടിലെ മീനൊക്കെ ഇവിടെ കിട്ടും. ഒരു 1-2 വട്ടം ചൂര മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് ഇവിടുത്തെ ബജാർ ഉണ്ടല്ലേ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഒരു വലിയ ബജാറാണ് കേട്ടതുണ്ട്. ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ട് അങ്ങകത്തോട്ടെല്ലാം. പക്ഷേ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ നദിയുണ്ട്. പൂജയുടെ സമയത്തൊക്കെ ഒരുപാട് പൂജയും കാര്യങ്ങളും നടക്കുന്നതാണ്. ഈ പാലം കണ്ടില്ലേ, താന്ന് കിടക്കുന്നതാണ്. അത് ഡാമേജ് ആയതൊരു പാലമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. ഇനി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി കേട്ടോ. ഇതാണ് ഗ്രീൻ വ്യൂ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, മോഹിത് നഗർ, ജൽപായ്ഗുരി. അപ്പോൾ ഇനി ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി മെല്ലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു വഴിയാണ്. വേറെ സ്ഥലങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം. ഇതിൻ്റെ ഒരു ഗേറ്റ് അങ്ങ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റോഡിൽ നിന്ന് വലിയ ദൂരമില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു അകത്തോട്ട് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓക്കെ, മുന്നോട്ട് ചെന്നിട്ട് നോക്കാം. നടന്നതേ ഇനി ഒരു ഗേറ്റ് ചെറിയ രീതിയിൽ അതിനകത്തോട്ട് കയറി കേട്ടോ. അതിമനോഹരമായിട്ടുണ്ട്, കൊള്ളാം. കാരണം ഇതൊരു പ്രൈവറ്റ് ടീ ഗാർഡൻ ആണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കണ്ടോ, നല്ല മരങ്ങൾ കണ്ടില്ലേ. തണലിന് വേണ്ടിയാണ്. കാരണം ഈ ചായയിലേക്ക് പറിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പറിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് അങ്ങ് ദൂരെ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നില്ല. അല്പം കൂടി മുന്നോട്ട് പോയാൽ കാണാമായിരിക്കും. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു നദിയുണ്ട്. അത് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഇനി നേരെ മുന്നോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നമ്മൾ. നോക്കട്ടെ ഇവിടെ എന്താ. എനിക്ക് തോന്നുന്നു ഇതൊരു ആ നദിയിലേക്കുള്ളൊരു ചെറിയൊരു വഴി പോലെ. പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് എന്തായാലും കയറുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ വഴിനീളെ അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കമ്പിയിലൊക്കെ ഇത് കണ്ടില്ലേ, വയറാണ്. കാരണം വേറെ വെട്ടവും വെളിച്ചമൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്തേക്കുന്നത്. കൊള്ളാം. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു കണ്ടില്ലേ. നല്ലൊരു ടീ ഗാർഡൻ്റെ നടുക്ക് തന്നെ ഒരു എന്തോ പറയുന്നത് ഒരു റെസ്റ്റോറൻ്റ് അവരുണ്ടാക്കിയിട്ടേക്കുന്നത്. കൊള്ളാം. മാലിക്കിന് എന്തായാലും ബുദ്ധിയുണ്ട്. ജനങ്ങളെ ആകർഷിക്കാനും ഒരു അട്രാക്ഷൻ തന്നെയാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോയിട്ട് തുടർന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ നടന്നു തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ആ ദൂരെ കാണുന്നതാണ് ഒരു ലാൽ കളറിൽ ഒരു റെഡ് കളറിലുള്ളൊരു പെയിൻ്റൊക്കെ അടിച്ചേക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അവിടം വരെ പോകണം. നമ്മുടെ സ്നേഹിതൻ ബൈക്കും കൊണ്ടാവും പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്തൂടെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ അവസാനം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ സ്ഥലം. ഇവിടെയാണ് നമുക്ക് പാർക്കിങ്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒരു ഗ്രീൻ വ്യൂ റെസ്റ്റോറൻറ്റ്, അത് ഫാമിലി ആയിട്ട് അവിടെ പോയിരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കാം. ഇവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്നേഹിതനാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ഇവിടെയാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോരോ ഇതാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, നമുക്ക് പുള്ളി നമ്മുടെ സ്നേഹിതൻ എടുത്തേക്കുന്നതിൻ്റെ ലാസ്റ്റാണ്. ഞാൻ അങ്ങോട്ട് നടന്നു പോവാണ്. അവനോട് വിളിച്ച് പറഞ്ഞായിരുന്നു ലാസ്റ്റത്തെ ഒരു റൂം നമുക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പുള്ളി നേരത്തെ പോയി അവിടെ ഇരിക്കുകയാണ്. അവസാനം നടന്നെത്തി. അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ വലിയൊരു കുറ്റമോ ഒന്നും പറയാനില്ല. പിന്നെ ഫാമിലി ആയിട്ട് വരേണ്ടവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ കണ്ടത്, ആൽക്കഹോൾ അതിവിടെ നോട്ട് അലൗഡാണ്. അതൊരു നല്ല കാര്യമായിരിക്കും, കാരണം ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത് നമ്മുടെ റൂം. ഓക്കെ, ഇനി അകത്തോട്ട് പോകണം. ഫുഡ് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരും. നമ്മളിനി കഴിക്കണം. ഓക്കെ,
അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് മസാല കോക്ക് എന്ന് പറയും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സംഭവം മസാല കോക്ക്. അടിപൊളിയായിട്ട് ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മസാലയുണ്ട്, അതിടും. അടിപൊളി സംഭവം ഇത്. അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക. നല്ല ചൂടുണ്ട് കേട്ടോ സംഭവം, ഒരു രക്ഷയില്ല. എന്നാൽ അല്പം ഒന്നിട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് രുചിയുണ്ടോ എന്ന് നോക്കാം. ദൈവം അല്പം കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ട്. അല്പം ചില്ലി ചിക്കനും കൂടി ഇട്ട് നമ്മൾ കഴിക്കാം. ഇനി ഇതിനെങ്ങനെ ചില്ലി ചിക്കൻ, ചിക്കനൊക്കെ കൊള്ളാം. ബോൺലെസ്സും ഉണ്ട്, ബോണും ഉണ്ട്. നമ്മൾ ബോണാണ് മേടിച്ചത്. ന്യായമായ വിദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി. പുള്ളി മെല്ലെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല ഡീലിങ്സാണ്. ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ, ഒരു 2-3 പേരേ ഉള്ളൂ. ഫുഡ് കാര്യങ്ങൾ നമ്മൾ വന്ന് ഓർഡർ കൊടുത്ത് അതെല്ലാവരും ഉണ്ടാക്കി നമുക്ക് തന്നു. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. കണ്ടില്ലേ, ഇതാണ്. അങ്ങോട്ടും സ്ഥലമുണ്ട്. അവിടെ ഈ ചായപ്പത്തി ടീ ഗാർഡൻ്റെ ഇലയൊക്കെ പറിച്ചിടുന്ന സ്ഥലവും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടെയും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വരേണ്ടവർക്കൊക്കെ വരാം. പിന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പൊതുവേ ഇത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ നന്നാക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ സിലിഗുഡിയിൽ നിന്ന് വരുമ്പോൾ മോയിത് നഗർ അല്ലെങ്കിൽ ആസാമൂർ ഓർത്തിരിക്കുക. ആസാമൂറിന് ആരോടെങ്കിലും ചോദിക്കണം. ആസാമൂർ ഒരു സിഗ്നലാണ്. ഗുവാഹട്ടിയൊക്കെ പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ പെട്ടെന്ന് നേരെ സ്ട്രെയിറ്റേ പോവുള്ളൂ. അതുകൊണ്ട് ആസാമൂർ ഓർത്തിരുന്ന് ഗോരിഘട്ട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ വ്യൂ റെസ്റ്റോറൻ്റാണിത്. ആർക്ക് വേണമെങ്കിലും വരാം. നല്ലൊരു, നിങ്ങൾക്കിപ്പം ട്രിപ്പൊക്കെ പോകുന്നവർക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. ഇവരോട് പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വന്ന്, അല്ലെങ്കിൽ ഈ ടെൻറ്റിനകത്ത് ഇതിനകത്തൊക്കെ വന്ന് വേണമെങ്കിൽ, എനിക്ക് തോന്നുന്നു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനകത്തൊക്കെ വന്ന് ഒരു ദിവസം വേണമെങ്കിൽ കിടക്കാനോ അവരോട് പറഞ്ഞാൽ മതി. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ പെർമിഷൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്കും വേണമെങ്കിൽ ചിലപ്പം പറ്റുമായിരിക്കും. തൊട്ടടുത്ത് നദിയുണ്ട്, കുളിക്കുന്നതിനും കാര്യങ്ങൾക്കും. വലിയ വെള്ളമൊന്നുമുള്ള അപകടകരമായിട്ടുള്ള നദിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ പൊതുവേ ഇത്രയേ ഉള്ളൂ ഈ ഗ്രീൻ വ്യൂ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാൻ. അപ്പം താല്പര്യമുള്ളവർക്ക് വരാം. വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്. ബൈ.